വെൽക്കം ബാക്ക് സോൺ. നമ്മൾ ഇന്ന് പറയാനുള്ളത് യൂണിറ്റ് ഫോർ സോഷ്യൽ ചേഞ്ച് ഇൻ കണ്ടംപററി ഇന്ത്യ എന്നുള്ള പാഠഭാഗമാണ്. ഇതിലൂടെ ഓഥർ പറഞ്ഞു വെക്കുന്നത് സംസ്കൃതൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, മോഡേണൈസേഷൻ, സെക്യുലറിസം എന്നുള്ള 4 കൺസെപ്റ്റ് ആണ്. ആദ്യമായി നമുക്ക് ഇവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യ എന്നുള്ള രാജ്യം പഴമയാർന്ന ട്രഡീഷൻസ് അതുപോലെ തന്നെ ന്യൂ ഐഡിയാസ് രണ്ടും പാടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചു പോരുന്നത്. എം എൻ ശ്രീനിവാസ് പറഞ്ഞു വെക്കുന്നത് ദ മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് കൾച്ചറൽ വാല്യൂസിലും ക്രമേണയായിട്ടുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോഷ്യൽ മൊബിലിറ്റി എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഒരു കൂട്ടം ആളുകൾ അവരുടേതായിട്ട് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലോ ഗ്രൂപ്പ് ചെയ്യപ്പെടുന്നതിനാണ് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് അർത്ഥമാക്കുന്നത്. അഥവാ താഴ്മ ലോവർ കാസ്റ്റിലെ ആള് അപ്പർ കാസ്റ്റിലുള്ള ആളുകളുടെ കസ്റ്റംസ് റിലേഷൻസ് അവയിലേക്കൊക്കെ മൂവ് ചെയ്യുക മാറുന്നതിനാണ് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ടുള്ള പ്രധാനമായ ഒരു കൺസെപ്റ്റ് ആണ് സംസ്കൃതേഷൻ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ ട്രൈബ് അല്ലെങ്കിൽ മറ്റുള്ള മാർജിനലൈസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലെ ആളുകള് വലിയ അപ്പർ കാസ്റ്റുള്ള ഹയർ കാസ്റ്റുള്ള ആളുകളുടെ ബിലീഫ്, റിച്വൽസ്, ലാംഗ്വേജ് പാറ്റേൺസ് അത്തരം കർമ്മങ്ങളിലൊക്കെ അവരുടേതായിട്ടുള്ള ജീവിത രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് സംസ്കൃതേഷൻ എന്നുള്ള പ്രോസസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഇതുകൊണ്ട് അവരുടേതായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ മൊബിലിറ്റി ഒക്കെ അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ അവർക്ക് അധികരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെറിറ്റ് ആയിട്ട് ഉള്ളത്. ഇനി അടുത്തതായി സംസ്കൃതേഷന്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിലൂടെ എം എൻ ശ്രീനിവാസ് ഉദാഹരണമായിട്ട് എടുക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ കൂർഗ് കമ്മ്യൂണിറ്റിയാണ്. അവര് അവരുടേതായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് അധികരിപ്പിക്കാൻ വേണ്ടി അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ റിച്വൽസ്, കസ്റ്റംസ്, ക്ലോത്തിങ് സ്റ്റൈലൊക്കെ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യമായിട്ടും എമുലേഷൻ ഓഫ് ബ്രാഹ്മിൻസ്. അത് നമ്മൾ മുമ്പ് പറയുന്നത് പോലെ ഹയർ കാസ്റ്റിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ബ്രാഹ്മിൻസ് ആണ്. അഥവാ അതുകൊണ്ട് തന്നെ ലോ മിഡിൽ കാസ്റ്റ് റാങ്ക് ആയിട്ടുള്ള കാസ്റ്റുകളൊക്കെ അവരുടേതായിട്ടുള്ള ജീവിത ശൈലിയിൽ ബ്രാഹ്മിൻസിന്റെ പാത പിന്തുടരാൻ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ആദ്യമായിട്ട് അവരുടേതായിട്ടുള്ള ഡയറ്ററി ഹാബിറ്റ്സ് ബ്രാഹ്മിൻസിനോട് താരതമ്യം ചെയ്ത് നിലനിന്നു പോരും. അഥവാ അവരുടേതായിട്ടുള്ള ഡയറ്ററി ഹാബിറ്റ്സ് ഇവരുടേതായിട്ടുള്ള ജീവിതശൈലി കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണിക് ആയിട്ടുള്ള റിച്വൽസ് അഡോപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഒക്കുപേഷണൽ പാറ്റേൺസ് ബ്രാഹ്മിൻസുമായിട്ട് നോക്കുമ്പോൾ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടീച്ചിങ്, പ്രിയസ്റ്റുഡ് അത്തരം ആളുകൾ അത്തരം ഫീൽഡിലൊക്കെ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് റീസ്ട്രക്ചറിങ് ഓഫ് സോഷ്യൽ റിലേഷൻസ്. ബ്രാഹ്മിൻസുമായി നോക്കുമ്പോൾ അവർ നല്ലതായിട്ടുള്ള സോഷ്യൽ റിലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്തു പോരുന്നത് കൊണ്ട് തന്നെ ഇവരും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് സംസ്കൃത് പരിശുദ്ധ ഗ്രന്ഥങ്ങൾ, അത് വേദാസ്, ഉപനിഷാസ് പോലെ പരിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ അവർ ലേൺ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ അപ്ലിഫ്റ്റ്മെന്റ്. അതായത് എം എൻ ശ്രീനിവാസ് പറയുന്നത് സംസ്കൃതേഷന് ഭൗതികമായിട്ട് അതുപോലെ തന്നെ സാമൂഹികമായി പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോമ്പോണൻസ് ഒക്കെ സംസ്കൃതേഷന് ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാല് ഒരു ഗ്രൂപ്പ് അവരുടേതായിട്ടുള്ള അപ്പർ സ്റ്റാറ്റസ് ഈ പൊളിറ്റിക്കൽ പവർ അവർക്ക് കിട്ടുന്നതിലൂടെ അവര് സോഷ്യൽ സ്റ്റാറ്റസ് ഹിയറാർക്കിയിൽ കുറച്ച് ഉയർന്ന സ്ഥാനം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമിക് ആയിട്ടുള്ള ഉന്നമനത്തിലേക്കും സംസ്കൃതേഷൻ നയിക്കും. അതുപോലെ തന്നെ ഉദാഹരണത്തിന് മൈസൂരിലെ രാംപുര വില്ലേജിലെ അൺടച്ചബിൾസ്, തൊട്ടുകൂടാൻ പറ്റാത്ത ആളുകള്, അത്തരം ആളുകള് സംസ്കൃതേഷൻ എന്നുള്ള പ്രോസസ്സ് ക്രമേണ സ്വീകരിച്ചു പോരുന്നവരായിരുന്നു. ഇത് ഇതുകൊണ്ട് തന്നെ അവർക്ക് ഔട്ട്സൈഡ് വേൾഡ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ പുറം ലോകവുമായിട്ട് നല്ല അവരുടേതായിട്ടുള്ള യങ് മാൻസുകൾ പുറം ലോകവുമായിട്ട് നല്ല കണക്ട് ആവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമായിട്ട് കേരളയിലെ ഈഴവ സമുദായത്തെ പറയുന്നു.
അവര് ബ്രാഹ്മണിക്കായിട്ട് റിച്വൽസ്, ലാംഗ്വേജസ് അവർ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ 20ാം സെഞ്ചുറിയുടെ തുടക്കത്തിൽ അവര് ട്രൈ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു വേറൊരു ഉദാഹരണമായിട്ട് കാണിക്കാം. അദ്ദേഹം യൂണിറ്റി, ഇക്വാലിറ്റി, അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ പ്രാമുഖ്യം, അതൊക്കെ മാർജിനലൈസ്ഡായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് അഥവാ താഴ്ന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ട ആള് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ഒന്നാണ് SNDP മൂവ്മെന്റ്, ഒരു വെൽഫെയർ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ ഒരു എസെൻഷ്യൽ അത്യാവശ്യപരമായിട്ടുള്ള കാര്യമാണ് എന്ന് അവർ പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് സംസ്കൃതം ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിത്ത് വാലിഡിറ്റി ഇൻ ദ റെഫറൻസ് കേസ്. അഥവാ സംസ്കൃതേഷൻ എന്നുള്ളത് ഒരു നിശ്ചിത ജാതിയിൽ ഉള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നുള്ളതാണ്. അഥവാ സംസ്കൃതേശനം കൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രാഹ്മണമായിട്ടുള്ള കേസുകൾ മാത്രം വിറ്റേന് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നോൺ ഡോമിനന്റ് അഥവാ ബ്രാഹ്മണന്മാരല്ലാത്ത നല്ല ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള ആളുകള്, ഉയർന്ന സമൂഹത്തിലൊക്കെ ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ ജാതി ഇമിറ്റേറ്റ് ചെയ്തിട്ടും സംസ്കൃതേഷൻ എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംസ്കൃതേഷൻ ആൻഡ് ദ ഗ്രീക്ക് ട്രഡീഷൻ അഥവാ സംസ്കൃതേഷൻ എന്നുള്ളത് ബ്രാഹ്മിൻസ്, ഓർത്തഡോക്സ് ആയിട്ടുള്ള ബ്രാഹ്മിൻസുകളുടെ പ്രധാനപ്പെട്ട കൾച്ചറൽ റിലീജിയസ് പ്രാക്ടീസുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇമ്പാക്ട് ഓഫ് ക്രിസ്ത്യാനൈസേഷൻ. ലോവർ കാസ്റ്റിലെ ആളുകളുടെ അപ്പർ കാസ്റ്റ് ചെയ്ത പോലെ തന്നെ താഴ്ന്ന ജാതിക്കാര് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പഠിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് കരസ്ഥമാക്കാൻ ഇത് സഹായിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി സംസ്കൃതേശന് മേലുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാ വെച്ചാല്, ലോവർ കാസ്റ്റ് ആളുകള് അറിഞ്ഞോ അറിയാതെയോ കാസ്റ്റ് സുപ്രീമസി, കാസ്റ്റ് പരമോന്നതയെ സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ളതാണ്. അഥവാ അവരാണ് ഉന്നത തലത്തിൽ എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് അവര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ താഴെ പറയുന്നുണ്ട്, കാസ്റ്റ് is a social system that holds that some individuals are inherently superior to others based on their birth and social ranking. അഥവാ കാസ്റ്റ് പറയുമ്പോൾ ഒരു സോഷ്യൽ സിസ്റ്റം ആണത്. ചില ആളുകൾക്ക് നമ്മൾ മറ്റുള്ളവരെക്കാൾ ബർത്ത് അനുസൃതമായോ അല്ലെങ്കിൽ സോഷ്യൽ റാങ്കിങ് അനുസൃതമായോ നമ്മളെക്കാൾ ഉന്നതരാണ് വേറെ ഉള്ളവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. താഴ്ന്ന ആളുകൾക്ക് അപ്പർ കാസ്റ്റിന്റെ മേല് പവറിന്റെ മേലിൽ ധാരാളം പരിമിതികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റോങ് ഐഡിയ ആണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ഇനീക്വാലിറ്റി ഒക്കെ സമുദായത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസ്കൃതേശൻ ഇൻ കണ്ടംപററി ഇന്ത്യ, ഈ സംസ്കൃതേശനുള്ള കൺസെപ്റ്റ് ഇപ്പോഴും റെലവെന്റ് ആണ് എന്നുള്ളതാണ്. ധാരാളം പഠനങ്ങൾക്ക് അതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാൽ കൂടി ധാരാളം ആളുകൾ ലോവർ കാസ്റ്റിലുള്ള ആളുകളെ ഹയർ കാസ്റ്റിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ തന്നെ അടുത്തൊരു കൺസെപ്റ്റാണ് വെസ്റ്റേണൈസേഷൻ എന്നുള്ളത്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് വെസ്റ്റേൺ ഐഡിയാസ് പ്രാക്ടീസ് ഒക്കെ നമ്മുടേതായിട്ടുള്ള കൾച്ചർ, നമ്മുടേതായിട്ടുള്ള ജീവിത രീതിയിൽ പകർത്തുക എന്നുള്ളതാണ്. അത് വ്യത്യസ്ത തലങ്ങളില് വെസ്റ്റേണൈസേഷൻ ഉണ്ട്. ആദ്യമായി ടെക്നോളജിക്കൽ വെസ്റ്റേണൈസേഷൻ. ഇതിലൂടെ പ്രധാനമായിട്ടും പറയുന്നത് ഈ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള വെസ്റ്റേണൈസേഷൻ ആണ്, പാശ്ചാത്യവൽക്കരണമാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെടുത്തത് 1853 ബോംബെ താനെ എന്നുള്ള സ്റ്റേഷനിടയിൽ ഓടിക്കൊണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ടെലഗ്രാഫ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് 1850-കളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ മോഡേണൈസ് ആവാൻ
സഹായിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1850-കളിൽ ധാരാളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ആയി. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട പോലെ. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഗോത്തിക്, വിക്ടോറിയൻ സ്റ്റൈൽസിലായിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈലുകള് ഉടലെടുത്തു എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ട്രെയിൻ സ്റ്റേഷൻസ്, യൂണിവേഴ്സിറ്റീസ്, ബിൽഡിങ്സ് ഒക്കെ അത്തരം വെസ്റ്റേൺ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബംഗാൾ ജൂട്ട്സ് മില്ല്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാക്സിനേഷൻ, മോഡേൺ സർജിക്കൽ ടെക്നിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ 1854 മോഡേൺ പോസ്റ്റൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ചാനൽ പ്രോജക്ട്സ്, ഗംഗ കനാൽ പ്രോജക്റ്റ്, അത്തരം പ്രോജക്റ്റുകളൊക്കെ അഗ്രികൾച്ചറിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിച്ചു. അതുപോലെ തന്നെ ഈ അടുത്തൊരു വെസ്റ്റേണൈസേഷന്റെ ഗ്രൂപ്പാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വെസ്റ്റേണൈസേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽസ്, വാല്യൂ സിസ്റ്റംസ് അതൊക്കെ പാശ്ചാത്യവൽക്കരിക്കുക. ആദ്യമായി പാർലമെന്ററി സിസ്റ്റം. ഇതോടെ പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആക്ട് 1989 ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഗവൺസിനെ ഉറപ്പാക്കാൻ സഹായിച്ചു. അതുപോലെ തന്നെ 1989 ഇന്ത്യൻ കൗൺസിൽ ആക്ട്സ് വരുന്നുണ്ട്. ബഡ്ജറ്റ്സും പോളിസീസ് ഒക്കെ ആയിട്ടുള്ള റിസൊല്യൂഷൻസ് ബന്ധപ്പെടുത്തിയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതിലൂടെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ സ്കോപ്പ് ഒക്കെ പരാമർശിച്ചിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഇതിലൂടെ ബൈക്കാമറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു സെൻട്രൽ ലെജിസ്ലേറ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റേറ്റ് അപ്പർ ഹൗസ്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോവർ ഹൗസുമായിട്ട് പ്രോസസ് ചെയ്യാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആക്ട് ഓഫ് 1947 ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിനെ അമർത്തി കുറിച്ചുകൊണ്ട് നിയമം പാസാക്കി. അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് കറൻസി. ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ സാമ്പത്തികമുള്ളതൊക്കെ പ്രധാനമായിട്ട് കൊളോണിയൽ റൂളുമായിട്ട്, കൊളോണിയൽ പരമായിട്ട് ഹൈലി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് മോഡേൺ ബാങ്ക് ഇന്ത്യയിൽ ബാങ്ക് ഓഫ് ബംഗാൾ 1989 നിർമ്മിതമായി. അതുപോലെ തന്നെ ധാരാളം പ്രസിഡൻസി ബാങ്ക്സുകൾ, ബാങ്ക് ഓഫ് ബോംബെ 1850, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മദ്രാസ് 1853 നിർമ്മിതമായി. അതുപോലെ തന്നെ പേപ്പർ കറൻസി ആദ്യമായിട്ട് 1861 നിയമപ്രകാരം വന്നു. അതുപോലെ തന്നെ പ്രസിഡൻസി ബാങ്ക്സ് 1921 ഉടലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1898 ഗോൾഡ് ഇന്ത്യൻ കറൻസി സിസ്റ്റം സ്വർണത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉള്ളതാക്കി. അതുപോലെ തന്നെ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർമ്മിച്ചു ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യൻ കോയിനേജ് ആക്ട് 1906 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെസ്റ്റേൺ സ്റ്റൈലിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. 1835 ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ലോർഡ് മെക്ലൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇന്ത്യൻ ആളുകളെ പഠിപ്പിക്കാൻ അദ്ദേഹം ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1854 വുഡ്സ് എന്ന ആള് ക്വാളിറ്റി എഡ്യൂക്കേഷനൊക്കെ ഉറപ്പുവരുത്താൻ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിർമ്മിക്കാൻ ആഹ്വാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട എന്നീ യൂണിവേഴ്സിറ്റികളൊക്കെ നിർമ്മിതമായി. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് 1922 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ മെയിൽ എഡ്യൂക്കേഷന്, ഫീമെയിൽ എഡ്യൂക്കേഷന് അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ഇതാണ് ജുഡീഷ്യൽ ആൻഡ് ലീഗൽ സിസ്റ്റം.
ആദ്യമായി 1773 റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നു. ഇത് സുപ്രീം കോർട്ട് കൽക്കട്ടയിലെ ആദ്യമായിട്ട് സുപ്രീം കോർട്ട് ഉണ്ടാക്കാൻ സഹായകമായി. അതുകൊണ്ട് തന്നെ corruption അഥവാ അഴിമതിയൊക്കെ വ്യക്തമാക്കാൻ ഇത് സഹായിച്ചു. അതുപോലെ തന്നെ 1793 കോർൺവാലിസ് കോഡ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ 1860 ഇന്ത്യൻ പീനൽ കോഡ് ലോർഡ് മക്കളെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872 ഒരു കൃത്യമായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇന്ത്യൻ കോടതികളുമായിട്ടുള്ള ബന്ധപ്പെടുത്തി അദ്ദേഹം പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ കോമത്ത് ആക്ട് ഓഫ് 1872, അതുപോലെ തന്നെ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് 1861 അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈൽ ആയിട്ടുള്ള ലീഗൽ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷ് ആളുകള് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്ത്യയിലെ ലോ കോളേജസിലൊക്കെ കൊണ്ടുവന്നു. അടുത്തതായിട്ട് ബ്യൂറോക്രസി ആൻഡ് സിവിൽ സർവീസ്. ICS അഥവാ ഇന്ത്യൻ സിവിൽ സർവീസ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് 1857 അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തു കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് 1861 ആദ്യമായി കൊണ്ടുവരുന്നുണ്ട്. അത് ട്രഡീഷണൽ ആയിട്ടുള്ള ലോക്കൽ പോലീസ് സിസ്റ്റത്തെയൊക്കെ റീപ്ലേസ് ചെയ്തു. അതുപോലെ ഇന്ത്യൻ റെയിൽവേ സർവീസ് സർവീസും ധാരാളം പ്രോഫിറ്റുകളൊക്കെ കരസ്ഥമാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ICS IPS ഇന്ത്യക്കാർക്ക് ഇതിലൂടെ ഹൈ ആയിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ 1854 ലോർഡ് ഡാൽഹൗസി ഇന്ത്യൻ ഇന്ത്യൻ വിത്ത് വെസ്റ്റേൺ ഔട്ട്ലുക്ക് എന്നുള്ളൊരു കൺസെപ്റ്റില് അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. ഇതിലൂടെ ഇന്ത്യൻ ആളുകൾക്ക് ഉന്നതതല ജോലികളിൽ ഉന്നതതല ജുഡീഷ്യറി കോർട്ട് അത്തരം പൊസിഷൻസിലൊക്കെ കീപ്പ് ചെയ്യാൻ ഇന്ത്യൻസിനെ സഹായിച്ചു. അതുപോലെ തന്നെ സിവിൽ സർവീസ് ആദ്യമായിട്ട് 20ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യനൈസ് ചെയ്യുന്നത്. ഇതിലൂടെ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ആക്സസ് ലഭിച്ചു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് അർബൻ പ്ലാനിങ്. ഇവിടെ പ്രധാനമായിട്ട് റെയിൽവേസ്, ടെലിഗ്രാഫ് സിസ്റ്റം, മോഡേൺ പോർട്സ് ഇതൊക്കെ വെസ്റ്റേണൈസ് ആയി എന്നുള്ളതാണ്. അതുമായി റെയിൽവേ സിസ്റ്റം ഇന്ത്യൻ എക്കോണമി വേൾഡ് എക്കോണമിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ധാരാളം പാസഞ്ചേഴ്സ് ട്രേഡ് റൂട്ട്സ് ഒക്കെ കീപ്പ് ചെയ്തു പോരാൻ സഹായിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റം ബ്രിട്ടീഷ് ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റം ആദ്യമായിട്ട് 1854 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈവേസ്, ബ്രിഡ്ജസ് രാജ്യത്തിന് രാജ്യത്തിനുള്ളിൽ തന്നെ കണക്ടിവിറ്റി ഉറപ്പാക്കാൻ വേണ്ടി ധാരാളം ഹൈവേസ്, ബ്രിഡ്ജസ് ഒക്കെ കൊണ്ടുവന്നു. ഉദാഹരണമായിട്ട് കൽക്കട്ടയിലെ ഹൗറ ബ്രിഡ്ജ് പറയപ്പെടുന്നു. അതുപോലെ തന്നെ 1851 ഫസ്റ്റ് ടെലിഗ്രാഫ് കൊണ്ടുവന്നു. കൽക്കട്ട അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബർ കണക്ട് ചെയ്യപ്പെടുന്ന ആദ്യ ടെലിഗ്രാഫ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സാനിറ്റേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ. ഇത് പ്രധാനമായിട്ടും പബ്ലിക് ബാത്ത്സ് അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ പൈപ്പ് ലൈൻസ് ഒക്കെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ ആർക്കിടെക്ചർ സ്റ്റൈൽസിലെ ബിൽഡിങ്സ്, കോളേജസ്, റെയിൽവേ സ്റ്റേഷൻസ്, മുനിസിപ്പൽ ബിൽഡിങ്സ് ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊന്നാണ് സിവിലിയൻസ് കൺസെപ്റ്റ് അഥവാ ബ്രിട്ടീഷ് പീപ്പിളിന്റെ ഇടയിലും അതുപോലെ തന്നെ ഇന്ത്യൻസിനിടയിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ടായിരുന്നു ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ റൂറൽ സിസ്റ്റം ഒന്ന് റീമോഡൽ ചെയ്യപ്പെട്ടു. അർബൻ റോഡ് നെറ്റ്വർക്കിലൊക്കെ ഒരു ഗ്രിഡി റോഡ് പാറ്റേൺ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്രധാന കാര്യമാണ് മിലിറ്ററി ഓർഗനൈസേഷൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിയെ അവര് ഉണ്ടാക്കിയിരുന്നു. സെപ്പോയ് ആർമി എന്നായിരുന്നു ഈ ഒരു ആർമി അറിയപ്പെടുന്നത്. അത് ബ്രിട്ടീഷ് ഓഫീസർ ആയിരിക്കും പ്രധാന ഉന്നത പദവിയിലൊക്കെ ഇരിക്കുക. എന്നിരുന്നാൽ കൂടി ഇവര്
കാരണം ട്രെയിനിഡ് ഡിസിപ്ലിന് ആൻഡ് ഓർഗനൈസ്ഡ് ഷായിരുന്നു. കൃത്യമായി വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ ട്രെയിൻ ചെയ്ത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് വെൽ ഓർഗനൈസേഷൻ വെൽ ഓർഗനൈസ്ഡ് ആർമി ആയിരുന്നു ഇവര്. അതുപോലെ തന്നെ അടുത്തതായി മിലിറ്ററി അക്കാഡമിക്സ് ദെഹ്റാദൂണിലും ചെന്നൈയിലൊക്കെ സ്കിൽഡ് ഓഫീസറെ ഉണ്ടാക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ റൈഫിൾസ് ഒക്കെ പീരങ്കികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററി ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്കൽ സിസ്റ്റം അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയെ ധാരാളം മിലിറ്ററി സോണുകളായിട്ട് വിഭജിച്ചു. അതുപോലെ തന്നെ കമ്മീഷൻ ഓഫീസ് റിക്രൂട്ട്മെന്റ് എന്നീ കാര്യങ്ങളിലൊക്കെ അന്നത്തെ ബ്രിട്ടീഷ് റൂള് ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് ഹെൽത്ത് സർവീസസ്. ഇന്ത്യൻ മെഡിക്കൽ സർവീസ് 1764 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കൽക്കട്ട മെഡിക്കൽ കോളേജ്, മദ്രാസ് മെഡിക്കൽ കോളേജ് ഒക്കെ ആദ്യമായിട്ട് 1835 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ലാഡി ഡഫറിൻ ഹോസ്പിറ്റൽസ് 1887 പ്രധാനമായിട്ടും സർവീസ് കൊടുക്കാനായിരുന്നു ലക്ഷ്യം. ഇവർക്ക് പ്രധാനമായിട്ടും വെസ്റ്റേണൽ ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീസസ് ഒക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അതുപോലെ തന്നെ വസൂരി വാക്സിനേഷൻ, സ്മാൾ പോക്സ് വാക്സിനേഷൻസ് ഒക്കെ 1892 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാഗ്, മലേറിയ അതിനൊക്കെ തരണം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ അവർ സ്വീകരിച്ചു വരുന്നുണ്ട്. മോസ്കിറ്റോ കൺട്രോള്, റാറ്റ് അഥവാ എലി ശല്യം, അതിനൊക്കെ പ്രത്യേക തന്ത്രങ്ങൾ അവര് പറയുന്നു. അതുപോലെ തന്നെ ഐഡിയോളജിക്കൽ വെസ്റ്റേണൈസേഷൻ, ഇന്ത്യയിലുണ്ടായ കോളനിവൽക്കരവും അതുപോലെ തന്നെ ആഗോളവൽക്കരണവും വെസ്റ്റേൺ ഐഡിയാസിനെ ഇന്ത്യൻസിന് അക്സെപ്റ്റ് ചെയ്തു പോരാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 1950 അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള വെസ്റ്റേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടായതാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെ ഡെമോക്രസിയുടെ പാർലമെന്റ് സിസ്റ്റം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ് ഗവൺമെന്റിന്റെ ഫെഡറൽ ആയിട്ടുള്ള സ്ട്രക്ചർ. ഡിവിഷൻ ഓഫ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ബ്രാഞ്ച്, ഈ 3 തലങ്ങളിലുള്ള പവേഴ്സിന്റെ ഡിവിഷൻ ഒക്കെ ഈ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുത്തതാണ്. അതുപോലെ തന്നെ അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ കാനഡന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തതാണ് ഗവൺമെന്റിന്റെ ഫെഡറൽ സ്ട്രക്ചർ. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെയും സെന്ററിന്റെയും ഇടയിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ് കോൺകറന്റ് പവർ ഫോർ സ്റ്റേറ്റ് ആൻഡ് സെന്റർ. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് സോഷ്യൽ റിഫോംസ്. ഇതിൽ പ്രധാനമായിട്ടും വെസ്റ്റേണൈസേഷൻ, ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ തന്നെ വുമൻസിന് റൈറ്റ്, അവരുടെ റൈറ്റ് മുൻഗണന നൽകുക എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഈ വെസ്റ്റേണൈസേഷൻ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ 1829 സതി അബോളിഷൻ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ ജീവൻ സമർപ്പിക്കുമെന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സതി എന്നുള്ള ആക്ട്. 1829 വെസ്റ്റേണൈസേഷൻ വന്നതോടുകൂടി അത് ഇല്ലാതായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1870 ശിശുഹത്യ പ്രിവെൻഷൻ ആക്ട്, അതുപോലെ തന്നെ ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ഓഫ് 1891, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് റിഫൈൻ ആക്ട് അഥവാ ചൈൽഡ് മാരേജസ് ഒക്കെ ഇതിലൂടെ തടയാൻ സാധിച്ചു.
ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലറിസം അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 1950 കൊണ്ടുവന്നപ്പോൾ പ്രധാനമായിട്ടും ലിബർട്ടി, സെക്യുലറിസം, വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഇൻസ്പയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്ന ലിബർട്ടിയും സെക്യുലറിസം ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഉദാഹരണമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പേഴ്സണൽ ലോസ് ഫോർ ഡിഫറെന്റ് റിലീജിയൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി ആക്ട്സ് റൈറ്റ്സ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഓരോ ഇൻഡിവിജ്വലിനും കൃത്യമായിട്ടുള്ള റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോപ്പുലർ കൾച്ചർ, വെസ്റ്റേൺ മ്യൂസിക്, ടെലിവിഷൻ ഷോസ്, മൂവീസ് ഒക്കെ ധാരാളം ഇന്ത്യയിൽ തന്നെ ധാരാളം ഓഡിയൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, മാഗസിൻ ഒക്കെ ധാരാളം ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മ്യൂസിക് ആയാലും ഫാഷൻ ആയാലും ഹോളിവുഡ് ആയാലും റിയാലിറ്റി ഷോസ്, ഗ്ലോബൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻസ്, വെസ്റ്റേൺ സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അത്തരം കാര്യങ്ങളൊക്കെ വെസ്റ്റേൺ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമുദായം എന്നുള്ളതാണ് പ്രാധാന്യം. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാന കൺസെപ്റ്റ് ആണ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ഓഫ് സൊസൈറ്റി ഫ്രം ദ പ്രീ മോഡേൺ ഏജ് ടു എ മോർ അഡ്വാൻസ്ഡ് ആൻഡ് കണ്ടംപററി, അഥവാ ആധുനികമായിട്ടുള്ള മോർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിലവിലുള്ള സമുദായം മാറുക എന്നുള്ളതാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്ന് പറഞ്ഞ പോലെ കാലം ഓടുന്നതിനനുസരിച്ചുള്ള ടെക്നോളജികളൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതശൈലി അഡോപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് എമർജ് ചെയ്യുന്നത് 18 19 സെഞ്ചുറികളിലെ അവസാനത്തിലാണ്. ഇത് ഓർഗനൈസേഷൻ ആയിട്ടായാലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടായാലും അത്തരം കാര്യങ്ങളിലൊക്കെ പെട്ടെന്നുള്ള റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മോഡേണൈസേഷൻ ഒരു ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ സൊസൈറ്റീസ് ഇൻടു ആൻ അഡ്വാൻസ്ഡ് വൺ ത്രൂ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പൊളിറ്റിക്കൽ ചേഞ്ച് ആൻഡ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് എന്നാണ് ഡാനിയൽ ലെന്നർ അദ്ദേഹത്തിന്റെ വർക്കിൽ മോഡേണൈസേഷൻ കൊടുക്കുന്ന ഡെഫിനിഷൻ. അതുപോലെ തന്നെ സെയ്ദ് ഹുസൈൻ വേറൊരു ഡെഫിനിഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ പ്രധാനമായിട്ടും ഒരു വിഷയമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മോഡേണൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ. അഥവാ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോൾ വെസ്റ്റ് മനസ്സിലാക്കേണ്ടത് US, ബ്രിട്ടൻ, അതുപോലെ തന്നെ യൂറോപ്യൻ നാഷൻസ് പോലുള്ള വെസ്റ്റിലെ കൺട്രീസ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാല്യൂസ്, നോംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ മോഡേണൈസേഷൻ നോക്കുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള വാല്യൂസും പ്രാക്ടീസും ഒക്കെ അഡോപ്റ്റ് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് മോഡേണൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രാക്ടീസുകളൊക്കെ അഡോപ്റ്റ് ചെയ്യായിരിക്കും. മറ്റേത് മോഡേണൈസേഷന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രാക്ടീസുകളും അതുപോലെ തന്നെ വാല്യൂസിനും കൾച്ചേഴ്സ് ഒക്കെ കീപ്പ് ചെയ്ത് പോരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ. യോഗേന്ദ്ര സിംഗ് തന്റെ വർക്കിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എങ്ങനെയൊക്കെയാണ് പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ സമുദായങ്ങള് മോഡേണൈസേഷൻ എങ്ങനെയൊക്കെയാ അവര് റിയാക്ട് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. മോഡേണിറ്റി ആൻഡ് ട്രഡീഷണൽ കോഎക്സിസ്റ്റ്. അദ്ദേഹം പറയുന്നുണ്ട്, സിംഗ് argues that tradition and modernity do not exist as mutually exclusive entities. അഥവാ ട്രഡീഷനും മോഡേണിറ്റിയും സംയുക്തമായി ഒറ്റൊരു ഇതിൽ ഒരിക്കലും ചേരൂല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ കീപ്പ് ചെയ്ത് ഒരു രാജ്യമാണ്. അതുകൊണ്ട് ധാരാളം റിലീജിയസ് കസ്റ്റംസ്, കൾച്ചേഴ്സ് ഒക്കെ ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ട്രഡീഷൻസും മോഡേണിറ്റി ഒരിക്കലും സംയുക്തമായിട്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഈസ് മൾട്ടി ഡയമെൻഷൻ. മോഡേണൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്, അതുപോലെ തന്നെ എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, ധാരാളം മെഷീനറി സിസ്റ്റം, അത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ, അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ സിസ്റ്റം ഒക്കെ ധാരാളം മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്കണോമിക് മോഡേണൈസേഷൻ നമുക്ക് നോക്കുമ്പോൾ
It is a process of transitioning a nation or a region from a traditional agrarian-based economy to a more industrialized, technology-driven and service-oriented economy എന്നുള്ളതാണ്. അഥവാ ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു നാഷനോ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കൃഷിപരമായിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള സാമ്പത്തിക ശക്തിയിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ടെക്നോളജികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാമ്പത്തിക ശക്തിയിലേക്ക് മാറുക എന്നുള്ളതാണ് എക്കണോമിക് മോഡേണൈസേഷൻ. ഇതിൽ ഉൾപ്പെടുന്ന എക്കണോമിക് ലിബറലൈസേഷൻ 1991 അഥവാ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇതിലൂടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷന് അഥവാ ഇത് ഇന്ത്യയുടെ GDP-യിലേക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ 2014, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ധൻ യോജന, സ്കിൽ ഇന്ത്യ മിഷൻ 2015, സ്റ്റാർട്ടപ്പ് ഇന്ത്യ 2018, സെൽഫ് റിലയൻസ് ഇന്ത്യ ക്യാമ്പയിൻ 2020. അതൊക്കെ കോവിഡ് പാൻഡമിക്കുമായിട്ടുണ്ടായ ധാരാളം ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ നഷ്ടങ്ങൾക്ക് അത് സപ്പോർട്ടായി വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പ്രധാനമായിട്ട് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ നെറ്റ്വർക്ക് അഥവാ എ ഹൈവേ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഫോർ മേജർ സിറ്റീസ് ഇൻ ഇന്ത്യ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ടു ക്രിയേറ്റ് 100 സ്മാർട്ട് സിറ്റികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ധാരാളം സ്മാർട്ട് സിറ്റീസ് മിഷനൊക്കെ ലോഞ്ച് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പറയുമ്പോൾ ISR, അതുപോലെ തന്നെ ആധാർ, ബയോമെട്രിക് ആൻഡ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ നാഷണൽ നോളജ് നെറ്റ്വർക്ക്, അത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മോഡറേഷൻ ഇതിൽ പെടുന്നതാണ് സംവിധാന സിസ്റ്റത്തിന് അബോളിഷൻ, അതുപോലെ തന്നെ റിസർവേഷൻ പോളിസി, സ്ത്രീകൾക്കും താഴ്ജാതിക്കാർക്കൊക്കെ ഉള്ള റിസർവേഷൻ പോളിസി, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, സെക്യുലറിസം, ഇതൊക്കെ അതിൽ പെടുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെക്യുലറിസം എന്നുള്ള കൺസെപ്റ്റ്. ഇന്ത്യ എന്നുള്ള രാജ്യം ധാരാളം മതങ്ങളും കൾച്ചറൊക്കെ കീപ്പ് ചെയ്തു പോരുന്ന ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള റിലീജിയനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ റിലീജിയസ് കസ്റ്റംസും ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാൻ ഇന്ത്യ എന്നുള്ള രാജ്യം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അതിനുള്ള എല്ലാ ഫ്രീഡവും നൽകുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വലിനും. ഇതിൽ പ്രധാനമായിട്ടും ഈക്വാലിറ്റി ബിഫോർ ദ ലോ, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയന് ആർട്ടിക്കിൾ 25-28 അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 295A പറയുന്നത് ഏതൊരു റിലീജിയസ് ബിലീഫും അതുപോലെ തന്നെ ഒരു റിലീജിയനെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതൊക്കെ ഒരു കുറ്റമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 1976, അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് 1992 ഉണ്ടായത്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1955. ഇതൊക്കെ പറയുന്നത് വെച്ചാല് അത്തരം റിലീജിയസ് പ്രാക്ടീസ് ഒക്കെ ഈ ഒരു രാജ്യത്ത് അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ എന്തെങ്കിലും ഉണ്ടായ കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി ആക്ട്സ്, ഇന്ത്യയുടെ മൈനോറിറ്റി റൈറ്റ്സുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർട്ടിക്കിൾ 29 ആഹ്വാനം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ മാരേജസ്, അതായത് ഇതില് അത്തിസ്റ്റിന് പ്രത്യേകമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളൊന്നും ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കല്യാണത്തിനായാലും സ്പെഷ്യൽ ആയിട്ടുള്ള ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്റർ റിലീജിയസ് മാരേജസ് ആണ്. അഥവാ മതത്തിന് ഒരു മതത്തിലെ ആളുകൾ അവരുടേതായിട്ടുള്ള മതത്തിനുള്ളിൽ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് അവർക്ക് മാരേജിന്റെ വിഷയങ്ങളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ലോസ് കൊണ്ടുവരാനുള്ള കാരണം. ഇതിൽ പിന്നെ ബ്രഹ്മസമാജ് ആക്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ്.